നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പാമ്പിനെയാ പാലൂട്ടാനായി വീട്ടിനകത്ത് പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. സുന്ദരിയോട് പലവട്ടം ഞങ്ങൾ പറഞ്ഞതാ. ഇപ്പൊ സമാധാനമായല്ലോ. അഹങ്കാരമല്ലേ കാണിച്ചത്? പോയ സ്ഥലത്തുനിന്ന് മോളെ വിളിച്ചോണ്ട് എങ്ങോട്ടൊന്നില്ലാതെ പോയെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? മനഃപൂർവ്വം ചെയ്യുന്നതാ. എങ്ങനെയെങ്കിലും ഈ വീട്ടിലെ സമാധാനം കളയണം. അതിനുവേണ്ടി അവനീ തോന്നിയാസം കാണിച്ചത്. നിങ്ങളൊക്കെ ഈ പറയുന്ന കേട്ടാ തോന്നുവല്ലോ മഴമോള് പോയിരിക്കുന്ന അന്യ ആരുടെയോ കൂടെയാണെന്ന്. അവൾ അവളുടെ അച്ഛന്റെ കൂടെയല്ലേ പോയിരിക്കുന്നത്. അതിന് ഇത്ര ടെൻഷൻ ആവാൻ എന്താ? ഏയ്, ഒരു ടെൻഷനും ഇല്ല. ഇവിടെ എല്ലാവരും സമാധാനത്തോടെയല്ലേ ഇരിക്കുന്നേ. പക്ഷെ ഒരു കാര്യം നീ ചെയ്യണം. ഇപ്പൊ വരും സുന്ദരി. മഴ എവിടെയെന്ന് ചോദിക്കുമ്പോ ഇതുപോലൊരു മറുപടി നീ സുന്ദരിക്ക് അങ്ങ് കൊടുത്താ മതി. നോക്ക്, ഞാനോ ഈ കൊച്ചുങ്ങളോ വാ തുറന്ന് കമാന്നൊരക്ഷരം മിണ്ടില്ല. ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും നീ തന്നെ മറുപടി പറഞ്ഞോണം, കേട്ടല്ലോ? എന്തുപറ്റി? എല്ലാരും ഇങ്ങനെ നടുത്തളത്തിൽ നിൽക്കുന്നു. ദൈവമേ, ഇനിയിപ്പൊ എന്ത് മറുപടി പറയും? ആരും ഒന്നും മിണ്ടുന്നുമില്ലല്ലോ. ഷെടാ, ഇതെന്താ ആരും ഒന്നും മിണ്ടാത്തെ? എന്തെങ്കിലും പറ. അല്ല, മുരുകമാമയുടെ കാര്യം എന്തായി? അത് കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു മുറിവ്, അത്രേ ഉള്ളൂ. അല്ല, മഴമോളെവിടെ? ഉറങ്ങിയോ? എന്താ എന്താ നിങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നേ? മഴ എവിടെയെന്ന്? മഴ എവിടെയെന്ന് എന്നോട് ചോദിക്കണ്ട. ദേ നിൽക്കുന്ന ലക്ഷ്മി, അവളോട് ചോദിക്കും. ആരോടും ചോദിക്കാനും പറയാനൊന്നും ഞാനില്ല. എന്താ കാര്യം വെച്ചാ ആരെങ്കിലും ഒരാൾ പറയും. അത് പിന്നെ വേറൊന്നും അല്ല സുന്ദരി. ഫംഗ്ഷന് പോയിട്ട് മഴ അച്ഛമ്മയുടെ കൂടെ ഇങ്ങോട്ട് വന്നില്ല. മഴ വരാതെ പിന്നെ ശരത് സാറിന്റെ വീട്ടിൽ തന്നെ നിന്നോ മോള്? മഴമോൾ അവിടെ ഇല്ല. ആരെങ്കിലും ഒന്ന് വാ തുറന്ന് കാര്യം പറ. എന്താ മഴയ്ക്ക് സംഭവിച്ചത്? എന്താ കാര്യം? എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അതാ ഞാൻ മിണ്ടാതിരുന്നേ. ചോദിക്കാതെയും പറയാതെയും അവൻ കൊച്ചിനെ എടുത്തോണ്ട് കറങ്ങാൻ പോയിരിക്കും. ശരത് മോഹന്റെ കാറിൽ വരാനായിട്ട് ഇറങ്ങിയതാ ഞാനും കൊച്ചു. അപ്പോഴേക്കും നിന്റെ മോക്ക് ഒരേ വാശി, വാഷിന്റെ കൂടെ വരത്തുള്ളൂന്ന്. വല്ലവരുടെ വീട്ടിൽ കിടന്ന് ബഹളം വയ്ക്കാൻ പറ്റും? സമ്മതിച്ചു കൊടുത്തു. അല്ലാതെ എന്ത് ചെയ്യാനാ? പിന്നെ എന്തു പറയാനാ? ഞാനിങ്ങെത്തി. ഇത്രയും നേരമായിട്ടും അവനും മോളും തിരിച്ചെത്തിയില്ല. എന്ത് പണി അച്ഛമ്മ കാണിച്ചത്? അങ്ങനെ അവൻ വാശി പിടിച്ച അച്ഛമ്മക്ക് എന്നെ ഒന്ന് വിളിക്കായിരുന്നല്ലോ. വിളിച്ച് ഫോൺ കൊടുത്തിരുന്നെങ്കിൽ ഞാൻ പറയുമായിരുന്നല്ലോ അച്ഛമ്മയുടെ കൂടെ വന്നാ മതിയെന്ന്. അച്ഛമ്മയ്ക്ക് ഇത് ബോധമില്ലേ? ഞാൻ പറഞ്ഞല്ലോ, വല്ലവന്റെ വീട്ടിൽ കിടന്ന് ബഹളം വയ്ക്കാൻ പറ്റില്ല എനിക്ക്. എന്നിട്ട് ഈ നേരമായിട്ടൊന്ന് വിളിച്ചു പോലും നോക്കിയില്ലേ? സമയം എത്രയെന്നറിയോ? കുറെ പ്രാവശ്യം വിളിച്ചു നോക്കിയതാ, പക്ഷേ അവൻ ഫോൺ എടുക്കണ്ടേ? അച്ഛമ്മ എന്ന് വിളിച്ചേ. വിളിക്കണം. ഇവിടെ എല്ലാവരുടെയും ഫോണിൽ നിന്ന് വിളിച്ചു, അതും പലതവണ. ഫോൺ എടുത്താലല്ലേ പറ്റൂ, വേറെന്ത് ചെയ്യാനാ? മാസ്റ്റർ, ഞാൻ ഇതുവരെ ബീച്ചില് രാത്രി സമയത്ത് വന്നിട്ടേ ഇല്ല.
അപ്പോ രാത്രി വന്നത് മോക്ക് ഇഷ്ടായില്ലേ? അയ്യോ, ഇഷ്ടായില്ലെന്നല്ല പറഞ്ഞത്, ഒരുപാട് ഇഷ്ടായി. നീ ഒന്ന് സമാധാനപ്പെട്. ആ വൃത്തികെട്ടവനെ ഞാനൊന്ന് വിളിക്കട്ടെ. ഇപ്പൊ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കണ്ടില്ലേ, ബെല്ലടിച്ചുകൊണ്ടിരിക്കുക. അവൻ എടുക്കുന്നില്ല. ദേ, ഇപ്പൊ കട്ട് ചെയ്തു. ചേട്ടായി വണ്ടി എടുക്ക, നമുക്ക് നോക്കിയിട്ട് വരാം. ഈ സമയത്ത് എവിടാന്ന് പറഞ്ഞാ നീ നോക്കാൻ പോന്നേ? മോളെ, ഇപ്പൊ 2 ഐസ്ക്രീമായി. മതിയോ? മതി. എന്നാ നമുക്ക് വീട്ടിലേക്ക് പോയാലോ? ഇപ്പൊ പോണ്ട മാസ്റ്റർ, നമുക്ക് കുറച്ചേരം കൂടി ഇവിടെയൊക്കെ നടക്കാം. ആ, വീട്ടിൽ പോയാൽ നമുക്ക് സംസാരിക്കാൻ പോലും പറ്റില്ല. അച്ഛമ്മിങ്ങനെ വിളിച്ചോണ്ടിരിക്കുക. ഇനി ലേറ്റ് ആയാലേ അമ്മൂട്ടി വഴക്ക് പറയും. അമ്മൂട്ടിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. കുറച്ചേരം കൂടി ഇവിടെ നടന്നാലോ? മോളെ, രാത്രി ഒരുപാട് വൈകിയ ഉറപ്പായിട്ടും അമ്മൂട്ടി വഴക്ക് പറയും. മാസ്റ്റർ അത് എടുക്കണ്ട, വീട്ടിൽ നിന്നായിരിക്കും വിളിക്കുന്നത്, എടുത്താ വഴക്ക് പറയും. നമുക്ക് വീട്ടിലേക്ക് പോവാം, അതാ നല്ലത്. അങ്ങനെയാണെങ്കിൽ ഞാൻ മാസ്റ്ററിനോട് പിണങ്ങി. പിണങ്ങണ്ട, നമുക്ക് ഒരു റൗണ്ട് കൂടി നടന്നിട്ട് പോവാം. ഓക്കേ, ഡീൽ. അച്ഛമ്മ എവിടെ ഉണ്ടല്ലോ എന്നുള്ള വിശ്വാസത്തിലാ മോളെ ഞാൻ ശരത് സാറിന്റെ വീട്ടിലാക്കിയിട്ട് പോയത്. എന്നാൽ ഇങ്ങനെ കാണിച്ചല്ലോ അച്ഛമ്മ. അല്ല, എന്നെ വേണം പറയാൻ. എന്റെ മഹാമനസ്കത അതാ എല്ലാത്തിനും കാരണം. അയാളെ പിടിച്ച് ഈ വീട്ടിൽ കയറ്റിയത് ആദ്യത്തെ തെറ്റ്. അച്ഛമ്മയെ വിശ്വസിച്ച് മോളെ എവിടെ നിർത്തി പോന്നത് 2ാമത്തെ തെറ്റ്. ഇങ്ങനെ ദേഷ്യപ്പെടാൻ വേണ്ടി ഇവിടെ ഇപ്പൊ എന്താ സുന്ദരി ഉണ്ടായത്? അമ്മ മിണ്ടരുത്, വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നേരെ ഇത്രയായി, നിങ്ങളെല്ലാം ഒന്നിനു പുറകെ ഒന്നായി വിളിച്ചു. എന്നിട്ടും മിനിമം ഒന്ന് ഫോൺ എടുക്കാനെങ്കിലും ആ യൂസ്ലെസ്സിന് തോന്നിയോ? ഞങ്ങൾ ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറയാനുള്ള മനസ്സ് പോലും ഉണ്ടായോ? ഇവിടെയുള്ളവർ എത്രത്തോളം ടെൻഷൻ ആവുന്ന അയാൾക്ക് അറിയാൻ പാടില്ലെങ്കിട്ടല്ലോ, അത് അമ്മയ്ക്കും അറിയാം. എന്നിട്ട് പൊന്നുമോനെ വിളിച്ച് അവൻ എവിടെയുണ്ടെന്ന് ചോദിക്കാൻ അമ്മയ്ക്ക് ഇതുവരെ തോന്നിയോ? ഞാനും അവനെ വിളിച്ചതാ സുന്ദരി, പക്ഷെ അവൻ ഫോൺ എടുത്തില്ല. ഇത്രയും നേരം മോന് വക്കാലത്ത് പറയല്ലായിരുന്നോ? എന്നിട്ടെന്താ അമ്മ വിളിച്ചിട്ട് അവൻ ഫോൺ എടുത്തില്ലല്ലേ? എങ്ങനുണ്ട് കയ്യിലിരിപ്പ്? ഇതാ സ്വഭാവം. അയാളെയാ മുട്ടിനമ്മ ന്യായീകരിക്കുന്നത്. അച്ഛമ്മ, ഒന്നുകൂടെ വിളിച്ചു നോക്ക അയാളെ. ആ, ശരി. വന്നു. ആകെ തുള്ളി ഉറഞ്ഞ് ഭ്രാന്തായിട്ട് നിൽക്കുകയാണല്ലോ. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. എന്തും ഫേസ് ചെയ്യാൻ തയ്യാറായി വേണം നിൽക്കാൻ. ഇയാളുടെ ഗതികെട്ട അവസ്ഥയില് നോക്കാൻ ആരും ഇല്ലാതായി പോയിന്ന് ഇയാളുടെ അമ്മ യാചിച്ചപ്പോ കേറിക്കിടക്കാൻ ഒരു ഇടം തന്നു എന്നുള്ളത് നേരാ. അസുഖം മാറിയുടനെ ഇറങ്ങി പൊക്കോളെന്ന് പറഞ്ഞിട്ടാ തനിക്കിവിടെ നിൽക്കാനുള്ള അനുവാദം ഞാൻ തന്നത്. സുന്ദരി, കൊച്ച നിൽക്കുന്നു കേട്ടല്ലോ. മാലിനി, മോൾക്ക് ഉറക്കം വരുന്നുണ്ട്, നീ കൊണ്ടുപോയി കിടത്തി ഉറക്ക. വാ മോളെ, നമുക്ക് പോയി ഇറങ്ങാവേ.
ഇയാൾക്ക് നടുന്നുവർന്ന് ഇരിക്കാൻ പോലും ആവതില്ലെന്നല്ലേ ഇയാളുടെ അമ്മ പറഞ്ഞത്. ഇങ്ങനെ വീടാന്തരം ഫംഗ്ഷനുകൾ കയറി ഇറങ്ങാനുള്ള ആരോഗ്യം ഉണ്ടെങ്കിൽ ദേ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം.